എടാ സെൽവ, നിന്റെ അച്ഛനെ കണ്ടോ? അങ്ങനെ ഞാനിന്ന് മാർക്കറ്റിലും കണ്ടില്ല. രാവിലെ എങ്ങോട്ടോ പോയതാ, ഇതുവരെ തിരിച്ചു വന്നില്ല. വഴിയറിയാതെ വല്ലയിടത്തും പെട്ടുപോയോ? സെൽവ, അച്ഛൻ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ? സെൽവ, ആദ്യം അമ്മയുടെ കഴുത്തിലും കാതിലും കിടന്നൊക്കെ എവിടെയെന്ന് ചോദിച്ചേ. ഞാനിന്ന് അച്ഛനെ കണ്ടതേ ഇല്ല. സ്വർണ്ണം എല്ലാം ഊരി കൊടുത്തിട്ട് നിൽക്കുക. മാർക്കറ്റിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ പോയിരിക്കുന്നത്? അമ്മ, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഞങ്ങളെ പൊട്ടന്മാരാക്കണോ? കെട്ടിയോനെ കണ്ട ഉടനെ പൂച്ചയെ പോലെ ഒതുങ്ങിയല്ലോ. അങ്ങനെ ചോദിച്ച ഉടനെ സ്വർണ്ണം എല്ലാം അങ്ങ് ഊരി കൊടുത്തു. അതൊക്കെ വിറ്റ് കാശാക്കി കാണും. അത് തീരുമ്പം താനേ ഇങ്ങ് വന്നോളൂ. ഒന്നും കൊണ്ട് വിഷമിക്കണം. നാ പടച്ച് നിക്കടി. ആരെ പറ്റിയാ നീ പറയുന്നേ? എന്റെ മോനെ പറ്റി നിനക്ക് എന്തറിയാം? അമ്മ, അമ്മ എവിടെയാ പോകുന്നേ? എടി, കാണാതായിരിക്കുന്നത് എന്റെ ഭർത്താവിനെയാ. ഞാൻ പ്രസവിച്ച 2 എണ്ണത്തിനോ അച്ഛന് ആവശ്യമില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. കയ്യിൽ നിന്ന് വിടടി, കയ്യിൽ നിന്ന് വിടാൻ. അമ്മ പോണ്ട, ഞാൻ പോവാ. ഇന്നലെ എവിടെ പോയിരിക്കുമായിരുന്നു? ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷണം അറിയോ? അമ്മ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ഞാൻ വന്നില്ലേ? ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നെന്ന് നിന്റെ ചേട്ടനെ വിളിച്ച് കാണിക്കേ. അമ്മേ, വന്നിട്ടുണ്ട്. മാർക്കറ്റിലുണ്ട്. അമ്മയെ ഫോണില്. ഹലോ, ഞാൻ എവിടെ പോവാൻ? ഭദ്രകാളിയെ പോലെ എന്നോട് സംസാരിക്കാതെ. ലോഡ് വരില്ല എന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ബാംഗ്ലൂർ വരെ പോയി. ബാക്കി നേരിട്ട് സംസാരിക്കാം. ഫോൺ വയ്ക്കേ. ആ, നടാ പോയി നോക്ക്. എന്ത് പഴമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലേ? നല്ലോണം നോക്ക്. പച്ചപ്പഴം തന്നെയാ, വേറൊന്നുമല്ല. കുലയെല്ലാം പടലുകളായി വെട്ടി AC-യിൽ വെച്ച് മഞ്ഞ കളറാക്കി എടുക്കും. എന്റെ കൂട്ടുകാരൻ എന്നെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയത്. ഇതിന്റെ പേര് ഗോൾഡൻ ഫ്രൂട്ട് എന്നാ. പച്ചപ്പഴത്തെ തണുപ്പിച്ച് മഞ്ഞപ്പഴമാക്കി മാറ്റി അവർ കാശുണ്ടാക്കുന്നത്. ഈ നാട്ടിൽ നമ്മളത് ആദ്യം കൊണ്ടുവരുന്നത്. സെൽവ, ഞാൻ പറയുന്നത് തെറ്റായി കാണരുത്. ഒറ്റ ദിവസം കൊണ്ട് ചീഞ്ഞു പോകുന്ന പഴവും കൊണ്ടുവന്ന് ലോഡ് കണക്കിനിറക്കിയാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വണ്ടിയിൽ കൊണ്ടുകിടന്ന ചില്ലറ ആയിട്ടല്ലല്ലോ വിൽക്കുന്നത്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ അറിയപ്പെടുന്ന മൊത്ത കച്ചവടക്കാരാ. ഇതൊക്കെ ആരെങ്കിലും കണ്ടാൽ കളിയാക്കി ചിരിക്കും മോനെ.